ഇന്ന് നമ്മുടെ സ്കൂളിൽ നേപ്പാൾ പോലീസും നേപ്പാൾ റെസ്ക്യൂ ഫോഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തീപിടുത്തത്തിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, അതിൻ്റെ പ്രിവെൻഷൻസ്, റെസ്ക്യൂ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങളിത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. ഈ സാധനമില്ലേ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ബട്ട് ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് അറിയോ? അതെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. സാധനം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് കറക്റ്റായി ചെയ്യേണ്ട രീതിയിൽ ചെയ്താലല്ലേ അത്യാവശ്യ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്നായാലും ആവശ്യം വരും. ഇങ്ങനെയൊക്കെ ഒരു തീ കത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ദൂരത്ത് നിന്നാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കേണ്ടതെന്നും ഉപയോഗിക്കുമ്പോൾ നിൽക്കേണ്ട സ്റ്റാൻസും അത് യൂസ് ചെയ്യേണ്ട ലോക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചു തരുന്നത്. ഇതേപോലെ വെള്ളത്തിലൊക്കെ കത്തുന്ന തീയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെയാണ് കേട്ടോ ഇത് കെടുത്തുന്നത്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക. എന്നാണ് ഒരു അപകടം നമ്മുടെ മുമ്പിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അന്ന് ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഇതേപോലെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ തീ സുഖമായിട്ട് കടത്താൻ പറ്റും. നമുക്ക് മുമ്പിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി പലപ്പോഴും വലിയൊരു അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട്. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഗ്യാസ് കുറ്റിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തീയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ കടത്താൻ പറ്റും കേട്ടോ. ഇതേപോലത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ പേടിക്കാതെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കാര്യം. സിലിണ്ടറിലൊക്കെ ഒരു തീ കണ്ടാൽ നമ്മൾ ജീവനും കൊണ്ട് ഓടും. എന്നാൽ ഇത്ര എളുപ്പത്തിൽ ഈ തീ നമുക്ക് കിടത്താൻ പറ്റുന്ന ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പം ഇതേപോലെയുള്ള അപകടങ്ങളിലൊക്കെ ആരും പേടിക്കാതെ കാര്യങ്ങളെല്ലാം ഇതേപോലെ ചെയ്ത് സുഖമായിട്ട് രക്ഷപ്പെടാം. എൻ്റെ എളുപ്പത്തിലാണല്ലേ ഒരു തുണി ഉപയോഗിച്ച് അവർ ആ സിലിണ്ടറിൽ നിന്ന് ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ കെടുത്തിയത്. ഇതേപോലെയൊക്കെ പൈപ്പിൽ നിന്ന് ലീക്കായാൽ നിങ്ങൾ പേടിക്കാതെ ഇതേപോലെ പൈപ്പ് ഞെക്കുക, സുഖമായിട്ട് ആ തീ അണക്കാട്ടുക. എന്നിട്ട് ആ റെഗുലേറ്ററിൻ്റെ നോബ് തിരിച്ച് ഗ്യാസിൽ നിന്നുള്ള ഫ്ലോ ഓഫ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കാര്യങ്ങളെല്ലാം. നമ്മുടെ വസ്ത്രത്തിലൊക്കെ പിടിക്കുന്ന തീ ഇതേപോലെയാണ് കേട്ടോ അണക്കുന്നത്. മറ്റൊരാളുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്നും എത്തുന്ന തീ നമുക്ക് ഇതേപോലെ അണക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ യാത്രകൾ തുടരുകയാണ്. അപ്പോൾ പുതിയൊരു നേപ്പാളിലെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.